നമസ്കാരം. എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ 19-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മരിച്ചുപോയ വണ്ടിക്കാരൻ കേളൻ്റെ മകനായ മാധവൻ്റെ വണ്ടിയിൽ ദാസനും ചന്ദ്രികയും തീവണ്ടി ഓഫീസിലേക്ക് പോവുകയാണ്. ചന്ദ്രികയുടെ അച്ഛൻ ഭരതനെ കൂട്ടിക്കൊണ്ടുവരാനാണ് അവർ തീവണ്ടി ഓഫീസിലേക്ക് പോകുന്നത്. അമ്മയുടെ സമ്മതമില്ലാതാണ് ഈ ചന്ദ്രിക യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. ദാസന്റെ കൂടെ ചന്ദ്രിക പോകുന്നതിന് അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞു വരുത്തും എന്നുള്ളതായിരുന്നു ഈ അമ്മയ്ക്ക് ഭയം. വണ്ടിയിൽ എന്നാൽ മാധവനും കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ ചന്ദ്രിക പറഞ്ഞപ്പോൾ ഈ അമ്മ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഈ ദാസന്റെ കൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിൽ തനിക്ക് വളരെ ഒരു സന്തോഷം തോന്നുന്നതായിട്ടാണ് ചന്ദ്രിക പറയുന്നത്. ഇത് കേട്ടപ്പം ദാസനോ അവനൊരു ഭയവും ഒരു പേടിയുമാ തോന്നുന്നത്. കാരണം ഈ അടുപ്പം എവിടെ ചെന്ന് അവസാനിക്കും, ദാസനും ചന്ദ്രികയും തമ്മിലുള്ളതായ ബന്ധം എവിടെയായി തീരുമെന്ന് ആലോചിച്ചിട്ടാണ് ദാസന് ഭയം. ഇവിടെ ദാസനും ചന്ദ്രികയും വളരെ കാലം ഒന്നിച്ച് നടന്ന കുട്ടികളാണ്. അവരൊരുമിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടൊക്കെ ഇരുന്നത്. അതുകൊണ്ട് അവർക്ക് അന്യരാണെന്നൊരു തോന്നലൊന്നും ഈ കുട്ടികൾക്കുണ്ടായിരുന്നില്ല. ചന്ദ്രികയെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ സന്തോഷത്തിലാണ്. അവൾ മുടി ചെയ്യുകയും കണ്ണിൽ മഷി ഇടുകയും ഒക്കെ ചെയ്ത് പതിവ് പോലെ സന്തോഷത്തോടു കൂടി അമ്മയുടെ സമ്മതത്തിനൊന്നും നിൽക്കാതെ തന്നെ അവൾ പോകാനാണ് ഒരുങ്ങിയിരിക്കുന്നത്. ചന്ദ്രിക ദാസന്റെ കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇടയായതെങ്ങനെ? അവർ വണ്ടി വരുന്നതും കാത്തങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ വണ്ടിയിൽ നിന്നിറങ്ങാൻ ഭരതൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. രണ്ടുപേരുടെയും ചുമലിൽ ഓരോ കൈ വെച്ചുകൊണ്ട് ഭരതൻ വെളിയിലേക്ക് വരികയാണ്. ഇത്തവണ ഭരതൻ്റെ കയ്യിൽ വലിയ പെട്ടികളൊന്നും തന്നെയില്ല. കാരണം കഴിഞ്ഞ കൊല്ലം നാട്ടിൽ വന്നിരുന്നത് കൊണ്ട് ഇപ്രാവശ്യം വലിയ ഭാരങ്ങളൊന്നും കൊണ്ടല്ല വന്നിരിക്കുന്നത്. ഇപ്പം അദ്ദേഹം വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ കുഞ്ഞനന്ദൻ മാസ്റ്ററെ വെല്ലൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. മാസ്റ്ററുടെ കാര്യം നോക്കാൻ ഈ ഭരതനല്ലാതെ വേറെ ആരും അവിടെ ഇല്ല. അഴിയൂരിലെ കുഞ്ഞുട്ടിയമ്മാവൻ എന്ന് പറയുന്നത് പ്രായമായി, അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നില്ല മാസ്റ്ററെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനും. വെല്ലൂരിൽ മാസ്റ്ററെ കൊണ്ടുപോകുവാനും മറ്റുമുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള വിവരവും ഈ അമ്മാവനില്ല. കണാരനും വാസൂട്ടിയൊക്കെ ആണെങ്കിൽ അവർ രാഷ്ട്രീയ കാര്യങ്ങൾ അങ്ങനെ മുഴുകി നടക്കുകയാണ്. അവർക്കും സമയം കിട്ടുന്നില്ല. ഈ കുഞ്ഞൻ്റെ മാസ്റ്ററെ ചികിത്സിക്കുന്ന ഡോക്ടർ സീതി ഓപ്പറേഷൻ്റെ കാര്യത്തെപ്പറ്റി നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. 10-15 കൊല്ലമായിട്ട് ചികിത്സ തുടങ്ങിയതാണ്. ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നയാൾ പറയുകയും ചെയ്തു. വെല്ലൂരിൽ കൊണ്ടുപോയ ഒരു പക്ഷേ മാസ്റ്റർ രക്ഷപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഓപ്പറേഷൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ മാസ്റ്റർക്ക് എതിർപ്പാണ് ഉണ്ടാകുന്നത്, ഇഷ്ടമല്ല. ഒരിക്കൽ കണാരൻ മാസ്റ്ററെ വെല്ലൂരിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. എന്നാൽ നമ്മുടെ മാഷ് അതിനൊന്നും അനുകൂലിക്കുന്നില്ല. മാഷിന് ഓപ്പറേഷന് പോകുന്നതോ വെല്ലൂരിൽ പോകുന്നതോ ഒന്നും താല്പര്യമുള്ള കാര്യമല്ല. കുതിരവണ്ടിയിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ദാസന്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ഭരതൻ ചോദിക്കുന്നുണ്ട്. ദാസൻ പ്രശസ്തമായ രീതിയിൽ ബക്കലോറയ പാസ്സായതും മൂപ്പൻ സാഹിബിന്റെ ഔദാര്യം നിരസിച്ചതും ഒക്കെ ഭരതൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിന്റെ പ്ലാൻ എന്താണ്, എന്തൊക്കെയാണ് നിന്റെ പ്രവർത്തനങ്ങൾ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, ദാസൻ പറയുന്നത് സ്റ്റഡി ക്ലാസ്സും രഹസ്യയോഗവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുന്നു, മറ്റുള്ളതായിട്ടുള്ള പ്ലാനൊന്നും ഒരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമമൊന്നും ഇല്ലേ എന്നുള്ളതാണ് ഭരതൻ ചോദിക്കുന്നത്. പല പരിപാടികളുമുണ്ട്. മാസ്റ്റർ കിടപ്പിലായി പോയത് കൊണ്ടാണ് കഷ്ടമായി പോയത്. ഭരതേട്ടന് അടുത്ത തവണ നാട്ടിൽ വരുമ്പോഴേക്ക് ഇവിടെ പലതും സംഭവിച്ചിരിക്കും. പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെക്കുറിച്ചാണ് ദാസൻ പറയുന്നത്. തീ കൊണ്ടുള്ള കളി അത് സൂക്ഷിക്കണമെന്ന് അത്രേ എനിക്ക് ദാസനോട് പറയാനുള്ളൂ എന്ന് ഭരതൻ പറയുന്നുണ്ട്. ദാസൻ അറിയാം അഗ്നിപരീക്ഷകളുടെ നാളുകളാണ് മുൻപിലെന്ന്. പലതും നഷ്ടപ്പെടേണ്ടി വരുമെന്നും അറിയാം, പലതും അനുഭവിക്കേണ്ടി വരുമെന്നും അറിയാം. എല്ലാറ്റിനും പക്ഷേ ദാസൻ ഒരുങ്ങിയാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഭരതൻ പറയുന്നുണ്ട്, നിനക്ക് നല്ലത് വരട്ടെ മോനെ, നിനക്ക് നന്മയുണ്ടാകട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ അവര് വീട്ടിലെത്തിച്ചേരുകയാണ്. ഭരതനും ദാസനും ചന്ദ്രികയും കൂടി വീട്ടിലെത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. വെളിയിൽ ജട്കാ വണ്ടി വന്നു നിൽക്കുന്നതും ഭരതന്റെ ശബ്ദമൊക്കെ മാസ്റ്റർ കേൾക്കുന്നുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കട്ടിലിൽ ആണി അടിച്ചിട്ടതുപോലെയാണ് കിടക്കുന്നത്.
പഠിപ്പിക്കുന്ന ജോലി എന്നോ അവസാനിച്ചിരുന്നു. പുറത്തിറങ്ങിയിട്ട് എത്രയോ നാളുകളായെന്ന് പറഞ്ഞ കുളി, ക്ഷൗരം അതൊക്കെ നിന്നുപോയി. മഞ്ഞ നിറമാർന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളർന്നു കിടക്കുന്നതായിട്ടുള്ള രോമങ്ങൾ. ഇവിടെ കുഞ്ഞനെന്താ എന്നുള്ള ആ വിളി കേട്ടപ്പോൾ ഭരതൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലായിട്ട് മാസ്റ്റർ അസ്വസ്ഥനാകുകയാണ്. അയാൾ തിരക്കിട്ട് വന്നിരിക്കുന്നത് മാസ്റ്ററെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ ഒരു ചിന്ത കൊണ്ടാണ് അസ്വസ്ഥതയുണ്ടാകുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊരർത്ഥമില്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭരതന് തോന്നിയത് ആ ചോദ്യം ചോദിക്കണ്ടായിരുന്നുവെന്ന്. അത് ഒരർത്ഥമില്ലാത്ത ചോദ്യം പോലെ. എങ്ങനെയുണ്ട്? അദ്ദേഹം തുടർച്ചയായിട്ട് ഈ ഒരു കിടപ്പ് കിടക്കുകയാണ്. കുഞ്ഞനന്ദൻ്റെ കോലം കണ്ടിട്ട് അദ്ദേഹത്തിന് നല്ല വേദനയാണ് തോന്നുന്നത്. മാസ്റ്ററോട് ഏറ്റവും കൂടുതൽ സഹാനുഭൂതി കാണിക്കുന്നതിൽ ഒരാളായിരുന്നു ഇയാൾ. രോഗം മാറി അയാളെ ഒരു നല്ല മനുഷ്യനായി കാണുക എന്നതാണ് ഭരതൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇവിടെ ദാസൻ ചെന്ന് വിളിച്ചിട്ട് ഡോക്ടർ വരുന്നില്ല, താൻ വന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇവിടെ ഡോക്ടർക്കും വേണ്ടാത്തവനായി ഞാൻ ഭരതേട്ട എന്നാണ് മാസ്റ്റർ പറയുന്നത്. മാസ്റ്ററുടെ സ്വരം ചലമ്പിച്ചിരിക്കുക. ജീവിക്കാൻ വേണ്ടി മറ്റാരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ മാസ്റ്റർ. അസ്തിത്വത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്നവൻ എന്നാണ് പറയുന്നത്. അയാൾക്കാണ് ഈ വിധി വന്നിരിക്കുന്നത്. ജീവിക്കുവാൻ അത്യധികം കൊതിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ. അയാളുടെ അസ്തിത്വം അത് തുടരണമെന്നുള്ള ആഗ്രഹക്കാരനാണ്. മരിക്കാൻ അയാൾക്ക് താല്പര്യമില്ല. ഒരു ദിവസം കൂടുതൽ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് അയാളുടെ ഭാഗ്യമായിട്ടാണ് അയാൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർക്കും വേണ്ടാത്തവനായി ഞാൻ ഭരതേട്ട എന്ന് വ്യാകുലപ്പെടുന്നത്. എന്നാൽ കുഞ്ഞനന്ദൻ മാസ്റ്ററെ വെല്ലൂരിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകുക എന്നൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഭരതൻ വന്നത്. അതുകൊണ്ട് തന്നെ വന്ന ദിവസം തന്നെ ഭരതൻ പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴിയുമില്ലെന്ന് ഇയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഓപ്പറേഷനെ അതിജീവിക്കാൻ തനിക്ക് കഴിയില്ല എന്നാണ് ഇവിടെ മാസ്റ്റർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇയാൾ വെല്ലൂരിലേക്ക് പോകാൻ ഭയക്കുന്നത്. ഡോക്ടർ പോയതിനു ശേഷം ഭരതനും ദാസനും മാസ്റ്ററുടെ അടുത്ത് വന്നിട്ട് അടുത്ത ദിവസം വെല്ലൂരിലേക്ക് പോകാമെന്നും കാറൊക്കെ ഏർപ്പാടാക്കാമെന്നും ഒക്കെ പറയുന്നുണ്ട്. തനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്നാണ് മാസ്റ്റർ തീർത്ത് പറയുന്നത്. നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് ഭരതൻ പറയുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ പറയാണ്, ഞാൻ നല്ലപോലെ ആലോചിച്ചതിന് ശേഷം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഭരതൻ ചോദിക്കുന്നുണ്ട്, എത്ര കാലമാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മരിക്കുന്നത് വരെ അങ്ങനെ കിടക്കും എന്നാണ് മാസ്റ്റർ മറുപടി പറയുന്നത്. ഭരതൻ ഏറെ നിർബന്ധിച്ചെങ്കിലും മാസ്റ്റർ ഓപ്പറേഷന് തയ്യാറാകുന്നില്ല, വെല്ലൂരിലേക്ക് പോകാനായിട്ടും തയ്യാറാകുന്നില്ല. വെല്ലൂരിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം അറിഞ്ഞപ്പോൾ കുഞ്ഞനന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത് എങ്ങനെ? ഇവിടെ മാസ്റ്ററുടെ കണ്ണുകളിൽ ഒരു മരണഭയമാണ്. മരണത്തെ അദ്ദേഹം ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. നിനക്ക് നല്ലത് വന്ന് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും നിന്റെ സുഖക്കേട് മാറാൻ വേണ്ടിയാണ് ഞാൻ എന്തും ചെയ്യുന്നതെന്നും കടലും കടന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണെന്നും ഓപ്പറേഷൻ അല്ലാതെ നിനക്ക് മറ്റൊരു മാർഗവും ഈ സുഖക്കേട് മാറാനില്ലെന്നും ഒക്കെ ഭരതൻ പറയുന്നുണ്ട്. ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ സമ്മതിക്കില്ല എന്നാണ് മാസ്റ്റർ പറയുന്നത്. എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് ധൈര്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതും മാസ്റ്റർ ചെവിക്കൊള്ളുന്നില്ല. ഇനിയും ഞാൻ ഏതായാലും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. ഓപ്പറേഷന് അല്ലെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച തിരികെ പോകുമെന്ന് പറയുകയാണ്. കുഞ്ഞനന്ദനെ ഇനിയും കൂടുതൽ നിർബന്ധിക്കുന്നത് ശരിയല്ലെന്ന് ഭരതന് മനസ്സിലായി. മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു കുട്ടിയല്ല, ജീവിതം എന്തെന്ന് കണ്ടവനാണ്, പഠിപ്പും വിവരവും ഒക്കെ ഉള്ളവനാണ്. പിന്നെ അദ്ദേഹം നിർബന്ധിക്കാൻ പോയില്ല. പിന്നീട് മുറിയിൽ മാസ്റ്ററും ദാസനും മാത്രമായപ്പോൾ മാസ്റ്റർ ചോദിക്കുന്നുണ്ട് ദാസനോട്, നീയും എന്നെ നിർബന്ധിക്കുകയാണോ? ഒരിക്കലുമില്ല മാഷേ, മാഷയുടെ ചിന്തയാണ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വെല്ലൂരിൽ പോയാൽ ഞാൻ തിരിച്ചു വരില്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. 1 മാസമോ 2 മാസമോ എനിക്കിനിയും ജീവിക്കാം. ഹോസ്പിറ്റലിൽ പോയില്ല എങ്കിൽ ചിലപ്പോൾ 1 കൊല്ലം തന്നെ ഞാൻ ജീവിച്ചെന്നിരിക്കും, ഓപ്പറേഷന് വിധേയമായില്ലെങ്കിൽ എന്നാണ് മാസ്റ്റർ വിശ്വസിക്കുന്നത്. 1 ദിവസമെങ്കിൽ 1 ദിവസം കൂടുതൽ ജീവിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു ഇവിടെ മാസ്റ്റർ. അതിൽ പരം ഒരു സന്തോഷം, 1 ദിവസമെങ്കിലും ജീവിക്കാൻ കഴിയുക എന്നതിൽ പരം ഒരു സന്തോഷമില്ല.
അതിൽപ്പരം ഒരു സന്തോഷം വേറെ ഇല്ല ദാസ എന്നാണ് മാസ്റ്റർ പറയുന്നത്. മാസ്റ്റർ ഇവിടെ കിതയ്ക്കുകയാണ്, അദ്ദേഹത്തിന് ശ്വാസം മുട്ടുകയാണ്, കണ്ണുകൾ തുറിച്ചു വരികയാണ്. ഈ സമയത്ത് ദാസൻ പറയുന്നുണ്ട്, മാഷിനി സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് നെഞ്ചൊക്കെ തടവി കൊടുക്കുന്നുണ്ട്. ദാസൻ മാസ്റ്ററുടെ കാൽക്കൽ ഒന്നും പറയാതെ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഭരതൻ പിറ്റേ ആഴ്ച തന്നെ തിരിച്ചു പോകുന്നുണ്ട്. മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം ദാസൻ കിടന്നുകൊണ്ട് വായിക്കുകയായിരുന്നു. മഴയേറ്റ് നനഞ്ഞ് ചന്ദ്രിക ദാസന്റെ വീട്ടിലേക്ക് വരിക. അമ്മാവൻ ദാസനെ വിളിക്കുന്നുണ്ടെന്നും അസുഖം അധികമായെന്നും ഇവള് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്. ദാസൻ ധൃതിയിൽ മാസ്റ്ററുടെ അടുത്തെത്തുന്നുണ്ട്. കട്ടിലിനരികിൽ മുട്ടുകുത്തി നിന്ന് ദാസൻ പതുക്കെ മാസ്റ്ററെ വിളിക്കുന്നു. അദ്ദേഹത്തിന് എന്തെല്ലാമോ തന്നോട് പറയാനുണ്ടെന്ന് ദാസൻ അറിയാം. പ്രസ്ഥാനത്തിന് വേണ്ടി ഇനിയും പലതും ചെയ്യാനുണ്ടെന്നും എന്നാൽ ഇനിയും തനിക്ക് അതിന് കഴിവില്ലെന്നും ദാസൻ ഉള്ളതുകൊണ്ട് പ്രസ്ഥാനത്തെക്കുറിച്ച് ആശങ്കയില്ലെന്നും മാസ്റ്റർ ദാസനോട് പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് പാസ്സായ അന്ന് തന്നെ ദാസനെ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരാൻ വിചാരിച്ചതാണെന്നും അവൻ്റെ അച്ഛനെപ്പറ്റി ചിന്തിച്ചിട്ട് അന്ന് ആ ആഗ്രഹം അടിച്ചമർത്തിയതെന്നും ദാസൻ സ്വയമേ പ്രസ്ഥാനത്തിൽ ഇറങ്ങിയപ്പം താൻ ആഹ്ലാദിച്ചെന്നും ഒക്കെ മാസ്റ്റർ പറയുന്നുണ്ട്. ഒരു ദിവസം പോലും കൈവീശി നടക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഈ കട്ടിലിൽ തന്നെയാണ് താൻ കഴിച്ചുകൂട്ടിയതെന്നും എങ്കിലും താൻ സംതൃപ്തനാണെന്നും മാസ്റ്റർ പറയുന്നുണ്ട്. ദാസനെ എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്ന് തനിക്ക് തന്നെ അറിയത്തില്ലെന്നും മാസ്റ്റർ പറയുന്നുണ്ട്. ആ അവസ്ഥയിലും താൻ സന്തോഷവാനാണെന്നും മരണത്തിന് മാത്രമേ തന്നെ സന്തോഷത്തെ നശിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നും മാസ്റ്റർ ദാസനോട് പറയുന്നുള്ളൂ. അതായത് തൻ്റെ സന്തോഷം കെടണമെങ്കിൽ താൻ മരിക്കണം, മരണത്തെ മാത്രമേ അദ്ദേഹം ഭയപ്പെടുന്നുള്ളൂ എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ഈ ലോകത്തിൽ ദുഃഖവും സന്തോഷവും ഉണ്ടോ, ജീവിതമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതെ, ജീവിതം മാത്രമേ ഉള്ളൂ എന്നാണ് മാസ്റ്റർ പറയുന്നത്. മാസ്റ്ററുടെ കണ്ണുകൾ മയങ്ങുകയാണ്, സാവധാനം അടഞ്ഞു മയങ്ങുകയാണ്. നാളുകൾ അങ്ങനെ കൊഴിഞ്ഞു പോകുമ്പം തൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ജാലകത്തിന് വെളിയിലൂടെ ഗ്രീഷ്മവും വസന്തവും ഒക്കെ കടന്നു പോകുമെന്ന് മാസ്റ്റർ അറിയുന്നുണ്ട്. മഴത്തുള്ളി ഊഷ്മളമായിട്ട് മണ്ണിൽ വീഴുമ്പോൾ അദ്ദേഹം സ്വന്തം ശരീരത്തിൽ മഴ പെയ്യുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ട് അയാൾക്ക്. അനുസ്യൂതം പെയ്യുന്ന മഴയുടെ സംഗീതത്തിൽ പുതിയ താളങ്ങളും സ്വരങ്ങളും ഒക്കെ കണ്ടെത്തുന്നുണ്ട്. മഴ പെയ്തു തീർന്ന ശേഷം തെളിഞ്ഞു വരുന്നതായിട്ടുള്ള സൂര്യൻ്റെ ഊഷ്മളതയിൽ നനഞ്ഞ സസ്യങ്ങളോടും മണ്ണിനോടും ഒപ്പം മാസ്റ്റർ കോരിത്തരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. സൂര്യപ്രകാശം ഏൽക്കാതെ തന്നെ അയാൾ സൂര്യ ചൈതന്യത്തിൽ മുങ്ങി അങ്ങനെ പോകുന്നു. അങ്ങനെ ഋതുക്കളൊക്കെ കടന്നു പോവുകയാണ്. അദ്ദേഹം തൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിച്ച് അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധത്തിൽ അയാൾ അങ്ങനെ കോരിത്തരിച്ച് ജീവിക്കുകയാണ്. ആഹ്ലാദം തിരമാലകൾ പോലെ അയാളുടെ മേൽ വന്ന് മാസ്റ്റർക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വരികയും ചെയ്യുന്നതായിട്ട് പറയുന്നു. മാസ്റ്റർ ഇവിടെ മരിക്കുകയാണ്. മരിച്ചിട്ടും മാസ്റ്ററുടെ കണ്ണുകൾ അടഞ്ഞില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മരണത്തോടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പ്രതിഷേധം പോലെ കണ്ണുകൾ അങ്ങനെ തുറന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല, മരിച്ചു എന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നിക്കുന്നുണ്ട്. അസ്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ബോധം, ഒരു മിനിറ്റ് ജീവിക്കാൻ കഴിയുന്നതിൻ്റെ ആ ഒരു സംതൃപ്തിയിൽ അയാൾ അങ്ങനെ കഴിഞ്ഞ് പോകുകയായിരുന്നു. ഇവിടെ മാസ്റ്റർ മരിക്കുകയാണ് ചെയ്യുന്നത്. കൺപോളകൾ അടഞ്ഞില്ല എന്ന് പറയുന്നു. അത് ശാശ്വതമായ പ്രതിഷേധം കൊണ്ടാണ്, മരണത്തോടുള്ള പ്രതിഷേധം കൊണ്ടാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ 19-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. കുഞ്ഞനന്ദൻ മാസ്റ്റർ മരിക്കുന്നതിന് മുൻപ് ദാസനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമെന്നൊരു ചോദ്യം ഉണ്ടാകും. 20-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ ഇടവപ്പാതി കഴിഞ്ഞ് കർക്കിടകം പിറന്നു എന്ന് പറയുന്നു. കർക്കിടക വാവിന് ബലിയിടുമ്പോൾ കുറുമ്പിയമ്മയുടെ മനസ്സ് വിങ്ങുകയും അവർക്ക് കരച്ചിൽ വരികയും ചെയ്തു. എന്തുകൊണ്ട്? കർക്കിടക വാവിന് ബലിയിടുവാൻ ദാമു റൈറ്റർക്ക് കഴിഞ്ഞില്ല. അയാൾ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ദാമു റൈറ്റർക്ക് സുഖമില്ലാത്തതിനാൽ ദാസൻ ബലിയിടട്ടെ എന്ന് കുറുമ്പിയമ്മ അഭിപ്രായപ്പെടുകയും ചെയ്തു. വാവിന്റെ തലേന്ന് തന്നെ അടുക്കളയിൽ തിരക്ക് തുടങ്ങുകയാണ്. പിതൃക്കൾക്ക് വേണ്ടി പലതരത്തിലുള്ള പായസങ്ങളും മറ്റും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. നന്നേ രാവിലെ തന്നെ എഴുന്നേറ്റ് ഗിരിജ കുളിച്ചു. ഈറൻ മുടിയോടെ ഇലച്ചീന്തുകളിൽ പായസവും ബാൽക്കിണ്ടിയിൽ വെള്ളവുമായിട്ട് ഇവള് തെക്കേ മുറിയിലേക്ക് ചെല്ലുകയാണ്. അതാണ് പിതൃക്കളുടെ മുറി എന്നാണ് പറയുന്നത്.
കേളുവച്ചനെ അകം കൂട്ടിയിരിക്കുന്നത് ആ മുറിയിലാണ്. ചാണകം മെഴുകിയ തറയിൽ കേളുവച്ചൻ്റെ അസ്ഥി മൺകുടത്തിലാക്കി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അച്ചാച്ചനെ മനസ്സിൽ വിചാരിച്ചോ മോളേന്ന് കുറുമ്പിയമ്മ പറയുന്നുണ്ട്. പായസവും വെള്ളവും നിലത്ത് വെക്കുമ്പോൾ ഗിരിജ അച്ചാച്ചനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അവൾക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ വിഷം തീണ്ടി മരിച്ചുപോയ കേളുവച്ചനാണ് അവളുടെ അച്ചാച്ചൻ. മുറിയിൽ നിന്ന് പുറത്തു വന്നതായിട്ടുള്ള ഗിരിജ വാതിലുകളൊക്കെ ചാരി വെച്ചു. പിന്നീട് അവൾ വേറൊരു ഇലയിൽ പായസവും കത്തുന്ന പന്തവുമായിട്ട് തെക്കേ മുറ്റത്തേക്ക് ചെല്ലുന്നുണ്ട്. ബീരാൻ, പേന, ഭണ്ഡാരം തുടങ്ങിയവർക്കുള്ള നൈവേദ്യങ്ങളും വെളിയിലേക്ക് വെക്കൂ എന്ന് പറയുന്നുണ്ട്. പന്തവും വെള്ളവും അവരൊക്കെ മരണം അടഞ്ഞവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പന്തവും വെള്ളവും ഒക്കെ അവർക്കാണ് വെക്കുന്നത്. വെള്ളത്തിൽ മുങ്ങി മരിച്ചവരെ ബീരാനെന്ന് വിളിക്കുമെന്നും തൂങ്ങി മരിച്ചവരെ പേനയെന്ന് വിളിക്കുമെന്നും വസൂരി വന്നു മരിച്ചവരെ ഭണ്ഡാരമെന്നും വിളിക്കുമെന്നും പറയുന്നുണ്ട്. ഇവിടെ കുറുമ്പിയമ്മയും ദാസനും കുളിച്ച് ഈറനൊക്കെ ഉടുത്തിട്ട് ബലിയിടാനായിട്ട് അവിടേക്ക് വരികയാണ്. മഞ്ഞച്ചോറ് ഇലയിൽ വിളമ്പി ഇലയുടെ അരികിൽ മുട്ടുകുത്തി നിന്ന് അവർ കാക്കകളെ കൈകൊട്ടി വിളിച്ചു. ഏറെ വിളിച്ചിട്ടും ഒരു കാക്കയും അന്നം കൊത്താൻ വരുന്നില്ല. കാക്ക വരാതായപ്പോൾ കുറുമ്പിയമ്മയുടെ മനസ്സ് വിങ്ങുകയാണ്. അവർക്ക് കരച്ചിൽ വരികയാണ്. വെയിൽ മൂത്തു തുടങ്ങിയപ്പോൾ ഒരു കാക്ക പറന്നു വന്ന് മഞ്ഞൾ ചോറും എള്ളും തിന്ന് മത്ത് പിടിച്ച കണ്ണുകളോടെ അത് കുറുമ്പിയമ്മയെ ഒന്ന് നോക്കുന്നുണ്ട്. എല്ലിച്ച കഴുത്തിൽ രോമം കൊഴിഞ്ഞുപോയ ഒരു സാധു കാക്കയാണത്. ആ കാക്ക മരിച്ചുപോയ ഇവരുടെ കേളുവച്ചനാണെന്ന് അവർക്ക് തോന്നുകയാണ്. കാക്കയെ നോക്കി നിന്ന കുറുമ്പിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നു. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച ഗിരിജയ്ക്ക് അറിയാൻ കഴിയുകയാണ് അത് തൻ്റെ മുത്തച്ഛനാണെന്ന്. ഈ കാക്ക തൻ്റെ മുത്തച്ഛനാണെന്ന് അവൾക്ക് കുറുമ്പിയമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മീത്തലമ്പലത്തിലെ തിറ പോലെ വലിയൊരു ഉത്സവമാണ് വിശുദ്ധ കന്യമറിയാത്തിൻ്റെ പെരുന്നാൾ. കന്നിമാസമാണ് ഈ പെരുന്നാൾ നടത്തുന്നത്. ദേവാലയം വെള്ള വലിക്കപ്പെടുന്നതോടെ പെരുന്നാളിനുള്ള ഒരുക്കങ്ങളാണ് തുടങ്ങുന്നത്. പാതിരിയച്ഛനും കപ്പിയാരും കൂടെ ദേവാലയ പരിസരത്തിൽ ചന്തകൾക്കും പീടികകൾക്കും ഒക്കെയുള്ള സ്ഥലം ലേലം വിളിച്ചു കൊടുക്കുന്നുണ്ട്. ഒക്ടോബർ 5-ാം തീയതി നട്ടുച്ചയ്ക്ക് ഒരു കതിന പൊട്ടിയതോടെ പെരുന്നാൾ തുടങ്ങി. രണ്ടാമത്തെ ദിവസം 2ഉം മൂന്നാമത്തെ ദിവസം 3ഉം വീതം കതിനകൾ പൊട്ടും. അവസാനത്തെ ദിവസം, അതായത് 10ാമത്തെ ദിവസം 10 കതിന പൊട്ടുമെന്നാണ് പറയുന്നത്. തീർത്ഥാടകരൊക്കെ മയ്യഴിയിലേക്ക് പ്രവഹിക്കുകയാണ് പെരുന്നാളിനായിട്ട്. ഇവരൊക്കെ ഭക്തിയുടെ പേരും പറഞ്ഞ് കള്ളു കുടിക്കാൻ വരുന്നവരാണ്, മയ്യഴിയിലെ മദ്യം കഴിക്കാൻ വരുന്നവരാണെന്നാണ് ദേവതമാരുടെയും ദൈവങ്ങളുടെയൊക്കെ ശത്രുവായ പപ്പൻ പറയുന്നത്. ഇവിടെ ഈ മദ്യം കിട്ടാതായാൽ ഈ ഭക്തന്മാരെ ആരെയും കാണാൻ സാധിക്കത്തില്ലെന്നാണ് അയാൾ പറയുന്നത്. അപ്പം ഈ ജനലക്ഷമെല്ലാം വരുന്നത് മദ്യപിക്കാനാണോ എന്ന് ദാസൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മദ്യത്തേക്കാൾ ലഹരിയും മറവിയും ഒക്കെ തരുന്നതാണ് ഭക്തി എന്നൊക്കെ പറയുന്നുണ്ട്. മയ്യഴിയിലെ മാതാവെന്നറിയപ്പെടുന്ന വിശുദ്ധ കന്യമറിയാം. ദാസൻ്റെ കുട്ടിക്കാലത്ത് കുറുമ്പിയമ്മ അവർക്ക് ഈ വിശുദ്ധ കന്യമറിയാമിൻ്റെ ഒരു കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഐതിഹ്യങ്ങളിൽ ഒന്നാണ് ഈ മയ്യഴി മാതാവിൻ്റെ ഉൽപ്പത്തി കഥ. അത് ദാസന് കുറുമ്പിയമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മയ്യഴി മാതാവിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കുറുമ്പിയമ്മ പറഞ്ഞ ഐതിഹ്യം എന്ത്? ദാസൻ്റെ കുട്ടിക്കാലത്ത് കുറുമ്പിയമ്മ അവന് പറഞ്ഞു കൊടുത്ത നിരവധി ഐതിഹ്യ കഥകളിൽ ഒന്ന് മാത്രമാണ് ഈ മാതാവിൻ്റെ ഉൽപ്പത്തി കഥ. ഒരിക്കൽ അറബിക്കടലിൻ്റെ അനന്തമായ പരപ്പിൽ വെള്ളിയാങ്കല്ലിൻ്റെ നിഴലിലൂടെ ഒരു കപ്പൽ സഞ്ചരിച്ചു. മയ്യഴിയുടെ മുന്നിലെത്തിയപ്പോൾ നങ്കൂരം വീണതുപോലെ കപ്പൽ അങ്ങ് നിന്നുപോയി എന്നാണ് പറയുന്നത്. എവിടെ ഒരു തടസ്സവും ഒന്നും കാണാനില്ല. കപ്പിത്താന്മാരും മറ്റ് നാവികരും ഒക്കെ അമ്പരന്നങ്ങനെ നിൽക്കുമ്പോൾ 3 രാവും 3 പകലും കടന്നു പോകുന്നു. കപ്പൽ അനങ്ങുന്നില്ലെന്നാണ് പറയുന്നത്. നാവികർ ആകാശത്തിലേക്ക് ഉയർത്തിയ കണ്ണുകളോട് മുട്ടുകാലിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, എന്തായി സംഭവിക്കുന്നത്? അപ്പോഴാണ് എന്നെ മയ്യഴിയിൽ കുടിയിരുത്തുക എന്നൊരാശരീരി കപ്പിത്താന് കേൾക്കാൻ കഴിയുന്നത്. കപ്പലിൽ വിശുദ്ധ കന്യമറിയാത്തിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിൽ നിന്നാണ് ശബ്ദം കേട്ടത്. കപ്പിത്താന് വിഗ്രഹത്തിൻ്റെ കൽപ്പന അനുസരിച്ചു. അയാൾ വിഗ്രഹവുമായിട്ട് കരയിൽ വന്നു. ഒരു വിജനമായ സ്ഥലത്ത് വിഗ്രഹം സ്ഥാപിക്കുകയാണ്.
അതിനുശേഷം കപ്പൽ പെട്ടെന്ന് ഇളകി. കപ്പിത്താൻ മാതാവിൻ്റെ പ്രതിമ സ്ഥാപിച്ച സ്ഥലത്താണ് ഇപ്പോഴീ വിശുദ്ധ കന്യാമറിയാത്തിൻ്റെ പള്ളി നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. ആകാശത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും ഗാംഭീര്യമാർന്ന മണിനാദം മയ്യഴിക്ക് മുകളിൽ പരക്കുമ്പോൾ ഉരുകൻ പുറപ്പെട്ടു എന്ന് പറയുന്നു. മയ്യഴി മാതാവിൻ്റെ ദിവ്യവിഗ്രഹം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്കാണ് ഉരുകൻ എന്ന് പറയുന്നത്. കുറുമ്പിയമ്മ തുറന്നുവെച്ച പൊടിയെടുപ്പിയുമായിട്ട് കണ്ണടച്ച് പോയ നാളുകളുടെ നിരവധി പെരുന്നാളുകളുടെ ഓർമ്മയും ഒക്കെയായിട്ട് അവർ കോലായിൽ അങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. ഘോഷയാത്ര പുറപ്പെടുമ്പോൾ തുടങ്ങുന്ന മണിനാദം നഗരപ്രദക്ഷിണം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതുവരെ അനസ്യൂതം മുഴങ്ങിക്കൊണ്ടിരിക്കും. രഥങ്ങളും കൊടിക്കൂറകളും വിളക്കുകളും ഒക്കെയായിട്ട് ഘോഷയാത്ര അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെയൊക്കെ കണ്ഠങ്ങളിൽ നിന്ന് നിരവധി ഭാഷകളിൽ മയ്യഴി മാതാവിൻ്റെ അവദാനങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കും. 4 മണിക്കൂറുകൾക്ക് ശേഷം ഘോഷയാത്ര ദേവാലയത്തിൽ തിരിച്ചെത്തി എന്നാണ് പറയുന്നത്. അതുവരെ അനസ്യൂതം മുഴങ്ങിക്കൊണ്ടിരുന്നതായ മണിനാദം നിലച്ചു. പ്രജ്ഞ നശിച്ച കപ്പിയാർ കയറിൽ നിന്ന് നിലംപതിച്ചു എന്ന് പറയുന്നു. കാരണം മണിക്കൂറുകൾ തുടർച്ചയായിട്ട് മണിയടിച്ച് കപ്പിയാരുടെ 2 കൈകളിൽ നിന്നും രക്തം വാർന്നൊഴുകിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. 2 ദിവസമായി മയ്യഴിയുടെ മക്കൾക്ക് ഉറക്കമില്ലായിരുന്നു എന്ന് പറയുന്നു. വീട്ടമ്മമാര് അതിഥികൾക്ക് വിരുന്നൊരുങ്ങി ക്ഷീണിച്ചു. പുരുഷന്മാരും മദ്യപിച്ച് ദേവാലയത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. പാതവക്കിലും കടത്തിണ്ണകളിലും ഒക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്നതായിട്ടുള്ള അറിയപ്പെടാത്ത നാടുകളിൽ നിന്നും വന്ന എണ്ണമറ്റ ഭക്തന്മാരെ കാണാൻ കഴിയുന്നു. ഒരു വീട്ടിൽ മാത്രം എന്നാൽ ഇവിടെ വെളിച്ചമോ അനക്കമോ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ആരുടെ വീടാണത്? ലെസ്ലി സാഹിബിൻ്റെ ബംഗ്ലാവ്. ഓർമ്മ വെച്ച നാൾ മുതൽ മിസ്സി പെരുന്നാളിന് എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ആ ഒരു പതിവ് മുടങ്ങിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ അത് മുടങ്ങിപ്പോയി. അഥവാ കേക്ക് ഉണ്ടാക്കിയാൽ തന്നെ സൽക്കരിക്കാൻ ആരുണ്ട്? കൽശരായിയും തൊപ്പിയും ഒക്കെ ധരിച്ച പുരുഷന്മാർ കുതിരവണ്ടികളിൽ വന്നിറങ്ങി രാത്രി ഉടനീളം തീനും കുടിയുമായി കഴിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്ന വീടിന് ഇന്നവരാരെ കാണാനാണ് വരേണ്ടത്? വിരുന്നൊരുക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായ ആളാണ് താടിയും മുടിയൊക്കെ വളർത്തി കഥകുകൾക്കപ്പുറം വർഷങ്ങളായിട്ട് തപസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വിശുദ്ധ കന്യമറിയാത്തിൻ്റെ പള്ളിയിൽ നിന്ന് ആദ്യത്തെ കതിന പൊട്ടിയ ദിവസം കേക്ക് ഉണ്ടാക്കിയിരുന്ന മിസ്സി മറിഞ്ഞു വീണു. പണിക്കാരത്തിയുടെ നിലവിളി കേട്ട് പലരും ഓടിക്കൂടി. വേലക്കാരിയുടെ വിളി മുകളിൽ കിടന്ന ഗസ്തോൻ കേൾക്കുന്നുണ്ട്. അയാൾ കതകുകൾ തുറന്ന് കോണിപ്പടി ഇറങ്ങാൻ നോക്കുന്നുണ്ട്. വീടിനകത്തേക്ക് ആളുകൾ ഓടി വരുന്നത് കണ്ടിട്ട് ഇയാൾ മുന്നോട്ട് വെച്ച കാല് പിറകേട്ട് വലിക്കുകയാണ്. താഴെ നിന്ന് കേൾക്കുന്നതായിട്ടുള്ള ആളുകളുടെ ശബ്ദം ഇയാളെ ഭയപ്പെടുത്തുകയാണ്. മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അയാൾക്ക് കഴിയുന്നില്ല. അയാൾ വാതിലുകളുടെ സാക്ഷായിടുകയുടെ അടച്ചിട്ട മുറിയിൽ അയാൾ ഉലാത്താൻ തുടങ്ങി. മെസ്സിയുടെ അവസ്ഥ കണ്ടിട്ട് കണ്ടു നിൽക്കാനായിട്ട് ദാമുറൈറ്റർക്ക് കഴിയുന്നില്ല. അയാൾ ഗസ്തോനോട് താഴെ ഇറങ്ങി വരാനൊക്കെ പലതവണ വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ടും അയാൾ വന്നില്ല. അല്പം കഴിഞ്ഞിട്ട് ഇവിടെ മെസ്സി മരിക്കുകയാണ് ചെയ്യുന്നത്. മെസ്സിയുടെ മരണവാർത്ത അറിഞ്ഞിട്ട് ധാരാളം ആളുകൾ ബംഗ്ലാവിലേക്ക് തടിച്ചു കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ വന്നവരെല്ലാവരും ഗസ്തോൻ സാഹിബിനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇയാൾ ഈ കോണിപ്പടി ഇറങ്ങിയിട്ട് കൊല്ലങ്ങൾ 10-25 എന്നാണ് പറയുന്നത്. മയ്യഴിയിൽ ജനിച്ചു വളർന്ന ഗസ്തോൻ സാഹിബിന് മയ്യഴിയുടെ മക്കൾ മുഴുവൻ അപരിചിതരാണ്. സാഹിബിൽ ഒരേ ഒരു വികാരമേ ഉള്ളൂ, വേദന. ഇല്ലാതെയായി പോയ പുരുഷത്വത്തെക്കുറിച്ചുള്ള വേദന. പാതിരാവിൽ ഗിത്താറിൻ്റെ കമ്പികളിൽ ആ വേദന നാദധാരയായി മയ്യഴിയുടെ മുകളിൽ പരക്കുകയാണ്. മമ്മയ്ക്ക് എന്തു പറ്റിയെന്നറിയാനുള്ള ഉത്കണ്ഠയാൽ ഗസ്തോൻ സാഹിബിന് വീർപ്പ് മുട്ടുന്നുണ്ട്. എന്നിട്ടും അയാൾ താഴേക്ക് ഇറങ്ങി വരുന്നില്ല. സ്വന്തം അമ്മയാണ് മരണക്കിടക്കയിൽ കിടക്കുന്നത്. തന്നെ ചൊല്ലി കണ്ണീര് കുടിക്കുന്ന അമ്മ. എന്നിട്ടും ഗസ്തോൻ സാഹിബിൻ്റെ കാലുകൾ മുന്നോട്ട് ചലിക്കുന്നില്ല. ആളുകളുടെ ഒച്ച അയാളെ ഭയപ്പെടുത്തുകയാണ്. മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാനോ ഗസ്തോൻ സാഹിബിന് കഴിയുന്നില്ല. ഗസ്തോൻ സാഹിബ് വാതിലുകളുടെ സാക്ഷായിട്ട് അടച്ചിട്ട മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്താനായിട്ട് തുടങ്ങി. ദാമുറൈറ്റർക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അയാൾ പല പ്രാവശ്യം പറയുന്നുണ്ട്, ഗസ്തോൻ താഴെ ഇറങ്ങി വാ, നിൻ്റെ അമ്മ മരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ഇറങ്ങി വാ ഗസ്തോനെ എന്നവനോട് വളരെ ദയനീയമായിട്ട് പറയുന്നുണ്ട്. ഗസ്തോൻ സാഹിബ് പക്ഷേ കേൾക്കുന്നില്ല. വൈകുന്നേരം ലെസ്ലി സാഹിബിൻ്റെ മിസ്സി അന്ത്യശ്വാസം വലിച്ചു എന്നാണ് പറയുന്നത്. അവസാന നിമിഷം ഗസ്തോൻ സാഹിബ് ഒഴിച്ച് മറ്റെല്ലാവരും
അവരോടൊപ്പം ആ കട്ടിലിനരികിൽ ഉണ്ടായിരുന്നു. മെസ്സിയുടെ മരണത്തോടെ മയ്യഴിയിലെ സങ്കരവർഗക്കാരുടെ സുവർണ കാലഘട്ടത്തിനാണ് ഇവിടെ തിരശീല വീണതെന്നാണ് പറയുന്നത്. ലെസ്ലി സാഹിബിൻ്റെ ഭാര്യയായിരുന്നു മിസ്സി. അവർ സുന്ദരിയും സുശീലയുമായിരുന്നു. ചെറുപ്പകാലത്തെ ലെസ്ലി സാഹിബ് ഒന്നിച്ചിട്ട് വൈകുന്നേരം നടക്കാൻ ഇറങ്ങുമ്പം മയ്യഴിയുടെ മക്കളൊക്കെ കൗതുകത്തോടെയാണ് അവരെ നോക്കി നിൽക്കുന്നത്. മറ്റു സങ്കരവർഗക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് മിസ്സി നാട്ടുകാരോട് വളരെ അടുപ്പം കാണിച്ചിരുന്നു. തലമുറകളുടെ മഹത്വവും ആഭിജാത്യവും ആർജിച്ചെടുത്ത ദാനവുമുള്ളതായിട്ടുള്ള സമ്പന്നരായ ചട്ടക്കാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായിരുന്നു ഈ മിസ്സി. അവരുടെ മരണത്തോട് ഒരു കാലഘട്ടം അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനിയും മയ്യഴിയിൽ സങ്കരവർഗക്കാർ അവരുടെ ജീവിത നാടകവും ആടിക്കൊണ്ടിരിക്കും. പക്ഷേ അവരാഭിജാത്യവും മഹത്വവും ആർജിക്കുകയില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മെസ്സിയുടെ മരണത്തോട് മയ്യഴിയിലെ സങ്കരവർഗക്കാരുടെ സുവർണ കാലഘട്ടം അവസാനിക്കുകയാണെന്ന് പറയുന്നത്? അതൊരു ചോദ്യമാണ്. മെസ്സിയുടെ മരണവാർത്ത അറിഞ്ഞിട്ട് ധാരാളം ആളുകളൊക്കെ അവിടെ കൂടുകയാണ്. ശവമഞ്ചത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് മെസ്സിയുടെ ഉറ്റ തോഴി കുറുമ്പിയമ്മ നെഞ്ചുപൊട്ടി കരയുന്നുണ്ട്. മെസ്സിയുടെ വിശേഷപ്പെട്ട കേക്കുകൾ തിന്നു വളർന്ന ദാസനും ഗിരിജയ്ക്കും ഒക്കെ സങ്കടം സഹിക്കാൻ വയ്യ. അവരൊക്കെ കരയുകയാണ്. മുകളിലെ അടച്ചിട്ട മുറിയിൽ അപ്പോഴും ഗസ്തോൻ സാഹിബ് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തം അമ്മയാണ് മരിച്ചു കിടക്കുന്നത്, ഇവന് കണ്ണിൽ ചോരയില്ലേ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. കല്ലുകൊണ്ടുണ്ടാക്കിയതാണോ ഇവൻ്റെ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അടച്ചിട്ട വാതിലുകൾ പെട്ടെന്ന് തുറക്കപ്പെടുന്നു. ഗോവേണിപ്പടിയുടെ മുകളിൽ ഗസ്തോൻ സാഹിബിൻ്റെ വിളറിയ മുഖം കാണാൻ കഴിയുന്നു. ഗസ്തോൻ സാഹിബ് കൈവരിയിൽ പിടിച്ചുകൊണ്ട് സാവധാനം ഗോവേണിപ്പടി ഇറങ്ങി വരികയാണ്. സാവധാനം ശവമഞ്ചത്തിൻ്റെ അടുക്കിലേക്ക് നടന്നിട്ട് അയാൾ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് വന്നിട്ട് മമ്മ എന്ന് പറഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ശവമഞ്ചത്തിനരികിൽ അവൻ മുട്ടുകുത്തി നിൽക്കുന്നു. എനിക്ക് ആരുണ്ട് ഉമ്മ, ഇനി എനിക്ക് ആരുണ്ട്? തല അവരുടെ മാറിൽ ചാരി വെച്ചിട്ട് അയാൾ തേങ്ങിക്കരയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. മയ്യഴിക്കു മുകളിൽ സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ അയാൾ അങ്ങനെ കിടന്ന് കരഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഗസ്തോൻ സാഹിബ് മുറി വിട്ട് പുറത്തിറങ്ങിയത് എപ്പോൾ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. 20-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. 21-ാമത്തെ അധ്യായത്തിൻ്റെ വിശദീകരണങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.